നമസ്കാരം. ലബനാനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിലും അമേരിക്കയുടെ നയതന്ത്ര വഞ്ചനയിലും പ്രതിഷേധിച്ച് ഇറാൻ സൈന്യം ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതിന് തൊട്ട് മുന്നേ 94 ഇന്ത്യൻ നാവികരുമായി 3 ഇന്ത്യൻ അസംസ്കൃത എണ്ണ കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോയി. കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. ഈ കപ്പലുകൾ നിലവിൽ ഇന്ത്യയിലേക്ക് യാത്ര തുടരുകയാണ്. സാഹചര്യങ്ങൾ അതിസങ്കീർണമായിരുന്നു. ബ്ലൂംബർഗ് പുറത്തുവിട്ട കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ദേശ് വിഫോർ എന്ന കപ്പൽ US സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം വഴിമാറി തെക്കൻ പാതയിലേക്ക് തിരിഞ്ഞു. പിന്നീട് ഇറാൻ തീരത്തേക്ക് തന്നെ മടങ്ങി. ഇത് ദൗത്യത്തിന്റെ തീവ്രത എത്രത്തോളമെന്ന് വിളിച്ചോതുന്നു. ഒടുവിൽ ഈ 3 ഇന്ത്യൻ ടാങ്കറുകളും അതീവ സങ്കീർണമായ വെല്ലുവിളികൾ അതിജീവിച്ച് അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ സുരക്ഷിതമായി പ്രവേശിക്കുകയും ചെയ്തു. ഈ കപ്പലുകളിലായി ആകെ 8,60,000 ടണ്ണിലധികം അസംസ്കൃത എണ്ണയുണ്ടെന്നും ജൂൺ 24-നും ജൂലൈ 1-നും ഇടയിൽ ഇവ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തു. ദേശ് വൈഭവ്, ദേശ് വിഭോർ എന്നിവ ജൂൺ 24-ന് ഗുജറാത്തിലെ വാഠിനാർ, സിക്കാത്ത് തുറമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ കടലിടുക്ക് പിന്നിട്ട സൻമാർ ഹെറാൾഡ് ജൂലൈ 1-ന് ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖത്തെത്തും മന്ത്രി അറിയിച്ചു. ഹോർമോസ് ലെബനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹോർമോസ് കടലിടുക്ക് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ വീണ്ടും അടച്ചത്. അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് നടപടിയെന്നാണ് ഇറാൻ വിശദീകരിക്കുന്നത്. ഇസ്രായേലിനോട് ആക്രമണം ഉടൻ അവസാനിപ്പിക്കാൻ US നിർദ്ദേശിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുകയായിരുന്നു. അമേരിക്കയുമായി സമാധാന കരാർ ഒപ്പുവെച്ച് ദിവസങ്ങൾക്കകമാണ് വീണ്ടും പശ്ചിമേഷ്യയിൽ അശാന്തി ഉടലെടുക്കുന്നത്. ഇസ്രായേലും USഉം വെടിനിർത്തൽ ലംഘിച്ചതിൽ പ്രതിഷേധിച്ച് ഹോർമോസ് വഴിയുള്ള കപ്പൽ ഗതാഗതം നിർത്തിവയ്ക്കുകയാണെന്ന് ഇറാന്റെ സൈനിക കമാൻഡറായ ഖാദം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനത്തെ ഉദ്ധരിച്ച് ഇറാനിലെ മെഹർ വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന്റെ പ്രകോപനം തുടർന്നാൽ കടുത്ത നടപടി തീരുമാനിക്കുമെന്നും ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ലെബനനിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച് നടത്തിയ വ്യോമാക്രമണങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങളിലും 16 പേർ കൊല്ലപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച രാവിലെ വരെ നബാതിയ മേഖലയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും തുടർച്ചയായി ആക്രമണം നടത്തി എന്നാണ് റിപ്പോർട്ട്. ആക്രമണങ്ങളിൽ കെട്ടിടങ്ങളും വീടുകളും തകർന്നു. നബാതിയയിലും മറ്റും ഇസ്രായേൽ പീരങ്കി ആക്രമണം നടത്തിയെന്നും ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഹമാസിനെ തച്ചുടച്ച പോലെ തന്നെ ഹിസ്ബുള്ളയെയും തങ്ങൾ ഇല്ലാതാക്കാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക എത്ര തന്നെ പറഞ്ഞാലും അതിൽ നിന്ന് ഒരു മാറ്റവുമില്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഹോർമൂസ് വീണ്ടും അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചത്.